നാലാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ കേരള എ സിംഫണി ഓഫ് ആർട്ട് 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ യൂണിറ്റിലെ എല്ലാ ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ കേട്ടോ. ഇവിടെ നമുക്ക് നീതൂസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഡയറി തന്നിട്ടുണ്ട്. For the first time, I got 2 prizes in the school Kalolsavam, Art and Cultural Festival. First prize for folk dance and second prize for light music. The first prize for drama was won by my friends in standard 4th. What I liked the most was Sanu's speech and Nila's monact. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നീതൂസിൻ്റെ ഡയറിയാണ് തന്നിട്ടുള്ളത്. ഹാവിങ് യു റീഡ് നിതൂസ് ഡയറി അല്ലേ നമ്മളിപ്പോൾ വായിച്ചു. ഗിവൺ ഓൺ പേജ് അല്ലേ, പേജ് നമ്പർ 68 ഇറ്റ് ഡിസ്ക്രൈബ്സ്, ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണ്? ദ പ്രൈസ് നീതു റിസീവ്ഡ് ഇൻ വേരിയസ് കോമ്പറ്റീഷൻ അറ്റ് ദ സ്കൂൾ. അവൾക്ക് സ്കൂളിൽ കിട്ടിയ വിവിധ കലാപരിപാടികളിൽ അല്ലേ പങ്കെടുത്ത് കിട്ടിയ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഇൻഫർമേഷൻ ഡു യു നോ അബൌട്ട് ദ സ്കൂൾ കലോത്സവം? എന്തെല്ലാം ഇൻഫർമേഷനാണ് നിങ്ങൾക്കറിയാം സ്കൂൾ കലോത്സവത്തിനെ കുറിച്ച്? പേ അറ്റൻഷൻ ടു ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കേരള സ്കൂൾ കലോത്സവമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂൾ കലോത്സവത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്കൂൾ കലോത്സവം? ഇറ്റ് ഈസ് ആൻ ആനുവൽ ഇവൻറ്റ് ഓർഗനൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരളാസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. The festival was founded in 1956. It was previously known as the Kerala State School Youth Festival. It has grown significantly from a one-day event with 200 participants to a 5-day event with thousands of schools participating. To participate in the Kerala School Kalolsavam, students must qualify through different levels from school to sub-district and then to the district level. Only those who get a top score with an A grade in a competition are eligible to move on the next level. The event has a fully digital system for all processes, including registration and result. അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. For the high school HS level, there are 89 items in 50 categories. For the higher secondary, അതായത് HSS അല്ലെങ്കിൽ VHSSലെ lower, there are 98 items in 14 categories. There are 4 categories of competition based on grade level. Category 1, grade 1 to 4, which culminates at the sub-district level. കാറ്റഗറി 2 അതുപോലെ തന്നെ ഫോക്ക് ആർട്സ്, ലിറ്റററി ആർട്സ്, മ്യൂസിക് ആർട്സ്, വെർബൽ ആർട്സ്, വിഷ്വൽ ആർട്സ്, ഇതൊക്കെ കോമ്പറ്റീഷൻ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് സ്കൂൾ കലോത്സവവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഡാൻസ് ആൻഡ് പെർഫോമൻസ് ആർട്ട് വരുന്നത് തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന, വട്ടപ്പാട്ട്, മാർഗംകളി, വില്ലടിച്ചാമ്പാട്ട്, ഇതൊക്കെയാണ് ഡാൻസ് ആൻഡ് പെർഫോമൻസ് ആർട്ടായിട്ട് വരുന്നത്. നില വാസ് വാച്ചിങ് ദ കളർഫുൾ പിക്ചേഴ്സ് ഓഫ് കലോത്സവം വിന്നേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ. അല്ലേ, നില എന്താണ് പത്രത്തിൽ വന്ന കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ്, കലോത്സവത്തിൽ വിജയികളായ ആ ഒരു പിക്ചേഴ്സ് അവൾ നോക്കുകയായിരുന്നു. ഷീ ആസ്ക്ഡ് ഹെർ മദർ, അവൾ അമ്മയോട് ചോദിക്കുകയാണ്, ഈ തിരുവാതിരക്കളി പെർഫോംഡ് ഓൺലി ബൈ ഗേൾസ്, തിരുവാതിരക്കളി ഗേൾസ് മാത്രമാണ് കളിക്കുക? മദർ, യെസ് ഡിയർ, അതെ, തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. അല്ലേ, അപ്പോൾ അമ്മ പറയാണ്, അതെ, അത് ഒരു കൂട്ടമായിട്ട് കളിക്കുന്ന ഒരു സ്ത്രീകൾ കളിക്കുന്ന ഒരു പരിപാടിയാണ്. പെർഫോംഡ് എ പാർട്ട് ഓഫ് തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. It is played by clapping hands while standing around a lighted നിലവിളക്ക്, അതായത് പെഡസ്റ്റൽ ഓയിൽ ലാമ്പ്. അല്ലേ, അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അത് ക്ലാപ്പിംഗ് എന്തായിട്ട് ഹാൻഡ്സോട് കൂടി ഒരു വിളക്ക് നടുവിൽ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും പെർഫോം ചെയ്യുന്നതാണ് തിരുവാതിര എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീള വീണ്ടും ചോദിക്കുകയാണ്, മദർ, അമ്മേ, വെൻ മാർഗംകളി വാസ് പെർഫോംഡ് ഇൻ കലോത്സവം, ഇറ്റ് ആൾസോ
ഹാഡ് എ നിലവിളക്ക്. ആ മാർഗംകളി അങ്ങനെ തന്നെയാണോ കലോത്സവത്തിൽ കളിക്കുക? മദർ യെസ്, ഇൻ മാർഗംകളി ആൾസോ എ നിലവിളക്ക് ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ മിഡിൽ. സോങ് that describe the history of Christianity is sung for മാർഗംകളി. അല്ലേ, അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അതെ മാർഗംകളിയും അങ്ങനെ തന്നെയാണ്, നിലവിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ടാണ് കളിക്കുക. അത് ക്രിസ്ത്യൻസിൻ്റെ ഒരു സോങ്സ് പാടിക്കൊണ്ടാണ് മാർഗംകളി കളിക്കാറ്. ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. ആ മാർഗംകളി കളിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രമാണ് ചട്ട ആൻഡ് മുണ്ട്. ഫോർ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വിയറിംഗ് ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. എന്നാൽ തിരുവാതിരക്കളിക്കോ നമ്മളെ കേരളയിലുള്ള ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിക്കുക. മദർ ഡു യു നോ എനി അതർ ആർട്ട് ഫ്രം പെർഫോംഡ് ബൈ വുമൺ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ. നിനക്ക് വേറെ ഏതെങ്കിലും ഇതുപോലെ കളിക്കുന്ന വട്ടത്തിൽ കളിക്കുന്ന ആർട്ട് അറിയാമോ? നില പറയാണ്, ബോത്ത് ഒപ്പന ആൻഡ് വട്ടപ്പാട്ട് ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഒപ്പനയും വട്ടപ്പാട്ടും ഇതുപോലെ വട്ടത്തിലാണ് കളിക്കാറ്. മദർ യെസ്, ഒപ്പന ആൻഡ് വട്ടപ്പാട്ട് വിച്ച് ആർ പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഹാവ് യു സീൻ വൺ ഓഫ് ദ ഗേൾസ് സീറ്റഡ് ഇൻ ദ മിഡിൽ വൈൽ പ്ലേയിങ് ഒപ്പന. നീ ഒപ്പനയിലെ ഒരു പെൺകുട്ടി നടുവിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ബ്രൈഡ്, അതാണ് മണവാട്ടി. മദർ യെസ്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് മുസ്ലിം വെഡ്ഡിങ് സെലിബ്രേഷൻ ഡാൻസസ്. മുസ്ലിംസിൻ്റെ വെഡ്ഡിങ് സെലിബ്രേഷനിൽ നടത്തുന്ന ഡാൻസാണ് ഒപ്പന. സ്റ്റാൻഡ് അറൗണ്ട് ദ ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. പുതുനാരിയുടെ വട്ടം ചുറ്റും കൂടി മറ്റുള്ള ഗേൾസ് എന്ത് ചെയ്യും? ഒപ്പന കളിക്കും. മദർ ഡു യു നോ ഹൂ പെർഫോംഡ് വട്ടപ്പാട്ട്. നിനക്കറിയോ വട്ടപ്പാട്ട് പെർഫോം ചെയ്യുന്ന ആരാണ്? ഈസൻ ഇറ്റ് പെർഫോംഡ് ബൈ ബോയ്സ്. അത് ആൺകുട്ടികളാണ്. യെസ്, വട്ടപ്പാട്ട് ഈസ് പെർഫോംഡ് ബൈ മെൻ. ആണുങ്ങളാണ് അത് ചെയ്യുക, കളിക്കുക. ദിസ് ഫോം ഈസ് ആൾസോ നോൺ ആസ് ആണൊപ്പന. അതിനെ പറയില്ലേ ആണൊപ്പനയാന്നാണ്, ആണുങ്ങൾ കളിക്കുന്ന ഒപ്പന. ഈസൻ മംഗലം കളി ഈസ് ആൾസോ പെർഫോംഡ് ഇൻ സർക്കിൾ. മദർ there is photo of in the newspaper. Mangalangali is popular in Kasargod and Kannur district. It is also an art form performed in connecting with the wedding celebration. Mangalangali kando ningale idana Mangalangali. Is in Mangalangali also performed by women? Ai Mangalangaliyum പെണ്ണുങ്ങളാണോ കളിക്കാറ്? Mangalangali is mainly performed by a group of women. Men sing and clap their hands. It is also known as Kalyanakali. Then mother explained about Villadichambatu, a popular art form in South Kerala. Villadichambatu is performed using a large bow, a pot and a stick with jingles as musical instruments to create rhythm. The body movements and acting enhance the visual appeal of the song. ഇവിടെ വില്ലടിച്ചാമ്പാട്ടിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. വുമൺ ഡ്രസ്ഡ് ഇൻ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂം സ്റ്റാൻഡ് ഇൻ ദ സർക്കിൾ ആൻഡ് സിംഗ് സോങ്സ് ടു പെർഫോം തിരുവാതിരക്കളി. സോങ്സ് നരേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സങ് ഫോർ മാർഗംകളി. ദ വെർച്യൂസ് ഓഫ് ദ ഗ്രൂം ആർ പ്രസൻറ്റഡ് ബിഫോർ ദ ബ്രൈഡ് ത്രൂ ദ ഒപ്പന സോങ്. എനി ലൈഫ് റിലേറ്റഡ് ടോപ്പിക്സ് സച്ച് ആസ് ഹണ്ടിങ്, വർക്ക് or returning be the subject of the song used in Mangalangali. Villadichampaattu begins with the Vandanaganam, the greeting song. This is followed by the Gadaganam. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തെയ്യത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലേ. തെയ്യം ഈസ് എ റിച്വാലിസ്റ്റിക് ആക്ട് ഫ്രം ദ company's artistry and devotion to God. It is an art from popular in North Kerala. It is also known as Teyyattam and Kaliyattam. Teyyattam and Kaliyattam. It is believed that the origin of Teyyam is from the word Deivam, that is God. Therefore, it can be said that Teyyattam is a ritual dance performed in the form of deities. Teyyattam has a specific order for its presentation. The main instruments used in Teyyam is the chenda.
ഇറ്റ് ആൾസോ യൂസ്ഡ് മദ്ദളം, ഇലത്താളം ആൻഡ് കൊമ്പ്. തെയ്യാട്ടം ഈസ് പെർഫോംഡ് വിത്ത് ദ റിതം ഓഫ് ദ ഓർക്കസ്ട്ര. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ വേർഡ് പസിൽ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ പിക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ വേർഡ് പസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പിക്ചറും ഇൻസ്ട്രക്ഷനും അനുസരിച്ചിട്ട് അക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും പിക്ചർ നോക്കിയിട്ട് ഏതാണ് ആർട്ട് ഫോം വരുന്നത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റത്തെ വരുന്നത്? മംഗലം കളിയാണ്. ദെൻ സെക്കൻഡ് വരുന്നത് ഒപ്പന, തേർഡ് തെയ്യം, ദെൻ ചെണ്ട, ഫിഫ്ത്ത് മാർഗംകളി, സിക്സ്ത്ത് തിരുവാതിരക്കളി. ഡൗൺ ആയിട്ട് കഥകളിയാണ് വരുന്നത് അല്ലേ? ഈസിയാണ് അല്ലേ? പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ഡാൻസ് പെർഫോമൻസ് ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ഡാൻസ് പെർഫോമൻസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഭരതനാട്യം, രണ്ടാമത്തത് ചാക്യാർ കൂത്ത്, മൂന്നാമത്തത് കേരളാനന്ദനം, നാലാമത്തത് ഫോക്ക് ഡാൻസ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീതു ഗെറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഇൻ കലോത്സവം? നീതുവിന് കലോത്സവത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഏതിനാണ് അല്ലേ? നമ്മൾ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ഡയറി വായിച്ചാൽ. ലൈറ്റ് മ്യൂസിക്, വാട്ട് ആർ ദ അതർ ആർട്ട് ഫോം വിച്ച് ഗിവ് ഇമ്പോർട്ടൻറ്റ് ടു മ്യൂസിക്? കർണാടക മ്യൂസിക്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ഫോക്ക് സോങ്. ഇനി ഷാൾ ഓൾ ഓഫ് us sings together the വായ്ത്താരി ഗിവൺ ബിലോ? ഓ തിത്താര തിത്തേ തിത്തേ തകതേതേതോം അല്ലേ? ഒരു വായ്ത്താരിയാണ്. അതിൽ എല്ലാവരോടും ഒരുമിച്ച് പാടാമെന്നാണ് പറയുന്നത്. സിംഗ് ദ റെസ്റ്റ് ഓഫ് ദ ലൈൻ. ഫോക്ക് സോങ്ങിനെ കുറിച്ചും ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചും ഇവിടെ തന്നിട്ടുണ്ട്. ഫോക്ക് സോങ് ഏതാണ്? ഫോക്ക് സോങ് ആർ ദോസ് ദാറ്റ് ഹാവ് ബീൻ പാസ്ഡ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് തലമുറകളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് പെർഫോംഡ് വിത്ത് എ പ്രിസൈസ് സിംഗിങ് സ്റ്റൈൽ ആൻഡ് റിതം. അതിനൊരു സ്റ്റൈലും ഒരു പെർഫോം ചെയ്യുന്നതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു മേജർ ക്ലാസിക്കൽ മ്യൂസിക് ഫോം. അതായത് കർണാടക മ്യൂസിക്കും ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. ദെൻ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ആർ വെരി പോപ്പുലർ ഇൻ മുസ്ലിം സൊസൈറ്റി. ദ സോങ് ആസ് മുസ്ലിംലി കമ്പോസ്ഡ് ഇൻ സ്പെഷ്യൽ മലയാളം ലാംഗ്വേജ്, അതായത് അറബിക് മലയാളത്തിൽ. ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഇൻ ദ സ്കൂൾ കലോത്സവം? നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആർ യു ഫെമിലിയർ വിത്ത് ദീസ് പെയിൻറ്റിങ്? ഈ പെയിൻറ്റിങ് നിങ്ങൾ എവിടെയും കണ്ടതായിട്ട് പരിചയമുണ്ടോ? നിങ്ങൾക്ക് കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചിതമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ അല്ലേ. അപ്പോൾ ഇത് ആരുടേതാണ്? കേരള ഹാസ് എ റിച്ച് ട്രഡീഷൻ ഓഫ് സ്കൾപ്ചർ ആൻഡ് പെയിൻറ്റിങ്. അതായത് രാജാ രവിവർമ്മയുടെ, ദീസ് ആർ പെയിൻറ്റഡ് ബൈ രാജാ രവിവർമ്മ, എ വേൾഡ് ഫേമസ് പെയിൻറ്റർ ഫ്രം കേരള. He was the one who introduced modern painting to Kerala. Have you seen the animated video of Raja Ravi Verma painting using all technology? Conduct an art exhibition in your school collecting copies of Raja Ravi Verma paintings ആണ്. നിങ്ങളുടെ സ്കൂളിലെ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് കളക്ട് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ നടത്താനാണ് പറയുന്നത്. ഇവിടെ സം പെയിൻറ്റിങ്സ് ഓഫ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിത്രങ്ങളും ചെക്ക് ചെയ്യാം. ഇനി ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻ. ഐ ഷുഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സീ ദ പൂരം അല്ലേ? ഒരു കുട്ടി ഇങ്ങനെ ആലോചിക്കുക പൂരത്തിനെ കുറിച്ചിട്ട്. ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കാൻ? തൃശ്ശൂർ പൂരം ഈസ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽ ഇൻ കേരള. കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു? നിങ്ങളുടെ സ്ഥലത്ത് ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ സ്ഥലത്തുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂർ BP അങ്ങാടിയിലൊരു നേർച്ച ഉണ്ടാവാറുണ്ട്, പുതിയങ്ങാടി നേർച്ച. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസീൻ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള പൂരംസ് ഏതൊക്കെയാണ്, ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്, പിക്ചർ കളക്ട് ചെയ്ത് ഒരു വാൾ മാഗസീൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മാവേലി നാടു വാണിടും കാലം
മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തങ്ങൾക്കു മുട്ടില്ല താനും. ഹോപ്പ് യു ഹാവ് ഹിയർഡ് ദിസ് ഓണം സോങ്. എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫൈൻഡ് ദ നെക്സ്റ്റ് ലൈൻ ആൻഡ് സിങ് അലോങ് ടു ദ ട്യൂൺ. ആ ട്യൂണിൽ ബാക്കി ലൈന് പാടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആപത്തങ്ങൾക്കു മുട്ടില്ല താനും. പിന്നെന്താ, വ്യാധികളാദികളൊന്നുമില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല തുടങ്ങിയ നിങ്ങൾ കണ്ടെത്തിയിട്ട് പാടുക കേട്ടോ ക്ലാസ്സിൽ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഓണം സെലിബ്രേഷൻ ഇൻ നിലാ സ്കൂൾ. നിലാ സ്കൂളിൻ്റെ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ്, പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. നിങ്ങൾ നന്നായിട്ട് നോക്കുക, പിക്ചർ നോക്കുക അല്ലേ. പൂക്കളം ഇടുന്നതും ഒക്കെ ഉണ്ട്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ സെലിബ്രേഷൻ ഷോ ഇൻ ദ പിക്ചർ ആർ പ്രിപ്പയർ എ നോട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേ എനി അതർ ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ്, നോട്ട് ദം ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇവിടെ ഓണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയ പാരഗ്രാഫ് ഞാനിവിടെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ റീഡ് ചെയ്ത് പറഞ്ഞു തരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളോട് ചിത്രം അല്ലെ, ഗിവൺ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസിനെ കുറിച്ചും ബക്രീദിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഞാനിവിടെ കൊടുക്കുന്നുണ്ടത്. എൻ്റെ കൂട്ടുകാർ അത് എഴുതിയെടുക്കുക. ഇനി ലെറ്റ് അസസ് എന്നൊരു ഭാഗത്ത് മേക്ക് ദ ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ് ആണ്. അതായത് ഇൻവെർട്ടർ ഓഫ് ഓട്ടൻ തുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. എക്സ്പോണറ്റ് ഓഫ് മാപ്പിളപ്പാട്ട് അതായത് മൊയിൻകുട്ടി വൈദ്യരാണ്. വേൾഡ് റിനൗണ്ട് പെയിൻറ്റർ ആരാണ്? രാജാ രവിവർമ്മയാണ്. മ്യൂസിഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ സ്വാതി തിരുനാളാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ആർട്സ് ഫോംസുകൾ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.